ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വയലറ്റ് ശംഖുപുഷ്പം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇപ്പോൾ പടർന്ന് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയാണത്. ഇരട്ട ശംഖുപുഷ്പമാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇപ്പം നന്നായിട്ട് ഇതിങ്ങനെ പടർന്ന് നല്ല പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ കിണറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2 വർഷമായി അത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഉണ്ടല്ലോ, പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുകളിലോട്ട് പടർന്ന് കയറി വരുന്ന ആ ഒരു സമയത്താണ് കിണറിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. എന്തായാലും കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചീരയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചീരയാണ് കേട്ടോ ഇതിനകത്ത് നിൽക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞതായിട്ടുണ്ട്. എന്തായാലും ബാക്കിയെല്ലാം ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ എന്താ പറയുക, നമ്മുടെ കിണറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഇത് ഈ ഒരു ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എടുക്കണം. പിന്നെ നമ്മൾ മുറിച്ചിട്ടുള്ള ചീര ഉണ്ടല്ലോ, അതിൽ നിന്നാണെങ്കിലും ഇങ്ങനെ പൊട്ടി പൊട്ടി കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് പച്ചച്ചീര അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വളർന്നു വരുന്നത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്പീഡിലാണിത് വളർന്നു വരുന്നത്. അപ്പോൾ ഇതെന്തായാലും എപ്പോഴായാലും തോരൻ വെക്കാനായിട്ട് കിട്ടുമെന്ന് കരുതുന്നു. അപ്പോൾ സംഭവങ്ങളെല്ലാം അതേ കണ്ടില്ലേ, നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചീര. അത്യാവശ്യം നല്ല വലിപ്പത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ മുറിച്ച് മുറിച്ച് വെച്ചതാണ്, കണ്ടില്ലേ. ഇതിങ്ങനെ തണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ കിണറിനകം ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ, വെള്ളം നമുക്കുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കോരി പറ്റിച്ചേക്കാണ്. പിന്നെ ഇതിനകം എല്ലാം ഇനിയും തേക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചീര. ലാസ്റ്റ് ചീരയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് തോരനൊക്കെ വെക്കണം. അങ്ങനെ ഇനിയും ബാക്കി എല്ലാം ആയി വരണം. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് മോട്ടറും കാര്യങ്ങളെല്ലാം കേടായിരുന്നു. പിന്നെ നമുക്ക് അല്ലാതെ പഞ്ചായത്തിൽ നിന്ന് വാട്ടർ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മോട്ടറും കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഗ്രോ ബാഗുകളൊക്കെ ഇനി അവിടോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വഴുതന നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇവരെല്ലാം. പിന്നെ നമ്മുടെ വഴുതന ഈ ഒരു നല്ല രാത്രിയിൽ നല്ല കാറ്റൊക്കെ വീശിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും മറിഞ്ഞു വീണ് കിടപ്പുണ്ട്. ഇഞ്ചി പിന്നെ കുറച്ചുകൂടെ ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം കേടായിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഞാൻ അന്ന് പാകിയിട്ടുള്ള വെള്ളക്കാന്താരിയും പിന്നെ വയലറ്റ് ഉണ്ടമുളകും എല്ലാം ദേ മുളച്ച് വന്നിട്ടുണ്ട്. കുറേയധികം മുളച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാലിമുളകാണെന്ന് തോന്നും കേട്ടോ. എന്തായാലും നല്ല എരിവുള്ളൊരു മുളകാണ്. അതും ദേ ഞാൻ പ്രത്യേകം എല്ലാം കിളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വെണ്ടയ്ക്ക എല്ലാ ദിവസവും വിചാരിക്കുന്നത് നടണം. അപ്പോൾ ഇന്ന് അതും നടണം. അപ്പോൾ ഇനി മുളകെല്ലാം വളർന്നു വരുമ്പോൾ എല്ലാം മാറ്റി നടണം. അതൊരു നല്ലൊരു പണിയാണ് കേട്ടോ. പിന്നെ ചക്കയുള്ളത് ഒന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും വേവിക്കാനായിട്ട്. അപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ചക്ക വേവിക്കാനായിട്ട്. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ചക്കകളെല്ലാം വളരെ ലേറ്റായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് കൂഴച്ചക്കയാണ്. എനിക്ക് കൂഴച്ചക്ക വേവിച്ച് കഴിക്കാനും പിന്നെ വരിക്കച്ചക്ക ഉണ്ടല്ലോ അത് പഴുപ്പിച്ച് കഴിക്കാനുമായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഈ ഒരു മഴയ്ക്ക് മുന്നേ കിട്ടണമെന്നുണ്ടായിരുന്നു. എന്തായാലും 2-3 മഴ പെയ്തു, എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിയും കുരുമുളകും കൂടെ ഒക്കെ ഇടുമ്പോൾ എന്താണെന്ന് അറിയുമോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇവിടെ കാന്താരി ഉണ്ട്. അപ്പോൾ ഇത്രയൊന്നും എടുക്കത്തില്ല. എനിക്ക് കാന്താരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ചക്ക ചെറുതായിട്ടൊരു പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഇതിലെല്ലാം ഇതുണ്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് അരപ്പും കാര്യങ്ങളോടൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് കുറേ ചക്കക്കുരു ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്ക. പിന്നെ ഇതാണെങ്കിൽ വേവിച്ചിട്ട് എനിക്കാണെങ്കിൽ കട്ടൻ ചായയോട് കഴിക്കാനായിട്ടാണ് കേട്ടോ ഇഷ്ടം. നല്ല ടേസ്റ്റാണ്. വെറുതെ ആണെങ്കിലും കുറേ വേണമെങ്കിൽ തിന്നും. ചോറോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുരുമുളകൊക്കെ കുറച്ചുകൂടെ കൂടുതലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് സംഭവം. മുകളിൽ നിന്ന് ചക്ക എടുക്കാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ഈ ചുവട്ടിലുള്ള ചക്ക എങ്ങനെയും ഒന്ന് വിളഞ്ഞു വരണേന്ന് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും ആ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഈ കപ്പയേക്കാളും ഇഷ്ടം ഈ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ചക്ക സീസൺ ആകുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ചോറൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ താഴത്തെ പറമ്പിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്ന് കാണിച്ചിട്ടുള്ള പൈനാപ്പിൾ കണ്ടില്ലേ, കുറച്ചുകൂടെയൊക്കെ എല്ലാം വലുതായി വന്നിട്ടുണ്ട്. 2 പൈനാപ്പിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ പറിച്ചെടുക്കാമായിരുന്നു. നല്ല ചൂടല്ലേ. പിന്നെ ഇവിടെ നമ്മൾ നട്ടിട്ടുള്ള ചേമ്പും ചേനയും കാച്ചിലും എല്ലാം ഒന്ന് വളർന്നു എന്ന് നോക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണ് ഇങ്ങോട്ട് വന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് മഴ പെയ്യും. എന്തായാലും 2-3 മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം.
അപ്പോൾ പിന്നെ നമ്മൾ കരിയിലയൊക്കെ നിറച്ചിട്ടായിരുന്നു നട്ടത്. അപ്പോൾ അമ്മ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എല്ലാം വളർന്നിട്ടുണ്ടോയെന്ന്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കാച്ചിൽ നടുന്നത്. കണ്ടില്ല, എന്തായാലും മുളച്ചിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് ആ ഒരു നനവിൽ കരിയിലയും ചാണകപ്പൊടിയും എല്ലാം ഒന്ന് നനവായിട്ടുണ്ട്. എന്തായാലും വളർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുള ഉള്ളതാണ് നട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പടർന്നങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനി കല്ലൊക്കെ കെട്ടിയിട്ട് നമുക്ക് മരത്തിൽ പടർത്തണം. അപ്പോൾ അങ്ങനെ ഇത് ആകെ കിളിച്ച് വന്നിട്ടുള്ള ഒരു ചേമ്പാണ് കേട്ടോ. ഇനി ബാക്കിയെല്ലാം വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചപ്പോൾ നല്ല പച്ചപ്പായിരുന്നു പാടമൊക്കെ. ഇപ്പോൾ അത് മഞ്ഞ കളറിലോട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ മഞ്ഞയും അപ്പുറത്തെ സൈഡിൽ പച്ചയാണ് പാടം. അതായത് ഈ ഒരു സൈഡിൽ നെല്ലെല്ലാം ഏകദേശം വിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നല്ല പച്ച കളറാണ്, അത് വിളവാകുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നല്ല കാറ്റായിരുന്നു. എനിക്ക് ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ്. നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ് എപ്പോഴും. നമുക്ക് മഴ പെയ്താൽ പോലും നല്ല ഉഷ്ണമാണ്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഈ പച്ച കളറും ഇപ്പുറത്ത് മഞ്ഞ കളറുമാണ്. നല്ല ഭംഗിയാണ്. ഇത് നല്ല പടർന്ന് കിടക്കുന്ന അങ്ങ് ഒത്തിരി ഇതായിട്ടുള്ള പാടമാണ് കേട്ടോ. അങ്ങനെ അങ്ങ് അപ്പുറത്തെ സൈഡിലായിട്ട് റെയിൽവേ പാളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, നല്ല നെല്ലെല്ലാം നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവർ മഴയൊക്കെ ആവുന്നതിന് മുന്നേ ഇതെല്ലാം എടുക്കുമായിരിക്കും. ഇനിയിപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് തുടങ്ങുമല്ലേ. അപ്പോൾ ഇവിടെ നേരത്തെ കനാലിലെല്ലാം വെള്ളമെല്ലാം വിട്ടിട്ട് ഇവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ എല്ലാം വറ്റിയിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. ഇപ്പോൾ ഈ കുറേ മരങ്ങളും ഇതെല്ലാം കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ടാണെങ്കിലും. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വരുന്ന സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊക്കെ പുഞ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഒരു വെണ്ടത്തൈ കാര്യങ്ങളെല്ലാം നട്ട് വെക്കുകയാണ്. കാത്ത് കിട്ടിയ 3 എണ്ണമാണ്, ബാക്കിയെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലുപൊടി, ചാണകപ്പൊടി, ചാരം, പിന്നെ കുമ്മായം ചേർത്ത മണ്ണ് ഇതെല്ലാം ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ബാക്കി വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ നടുന്നതെന്ന് നോക്കാം.